ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है। हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है। और इस अपील को पहलगाम में सीमा पार से आतंकियों ने आकर के जिस प्रकार का कत्ले आम किया, धर्म पूछ करके लोगों को मारा गया, पति के सामने पति को गोलियां दी, बच्चों के सामने अपने पिता को मौत के घाट उतार दिया गया। पूरा हिंदुस्तान आक्रोश से भरा हुआ था। पूरा विश्व भी इस प्रकार से संहार से चौंक गया था। मेरे प्यारे देशवासी, ऑपरेशन सिंदूर उसी आक्रोश की अभिव्यक्ति है। 22 तारीख के बाद हमने हमारे सेना को खुली छूट दे दी। रणनीति वो तय करे, लक्ष्य वो तय करे, समय भी वो चुने, और हमारी सेना ने वो करके दिखाया जो कई दशकों तक कभी हुआ नहीं था। सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके आतंकी हेडक्वार्टर्स को मिट्टी में मिला दिया। 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദാരിദ്ര്യമില്ലാത്ത, പട്ടിണി മരണമില്ലാത്ത, ബാലവേലയില്ലാത്ത, നിരക്ഷരരില്ലാത്ത, ജാതി വിവേചനമില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത, ജീവിതായോധനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത, തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അതൊക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് പുനരർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ നമുക്ക് കരണീയമായിട്ടുള്ളത്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും ഒരുപോലെയാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ. അതും മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ട് പോകും. കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി പ്രതിബദ്ധതയോടെ നിലകൊള്ളും. ഇതാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ. കൊല്ലം ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആശ്രാമം മൈതാനത്ത് നടന്നു. മന്ത്രി വി ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംഘങ്ങൾ പരേഡിൽ അണിനിരന്നു. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പരേഡിൽ വിവിധ വിഭാഗങ്ങളുടെ 18 പ്ലാറ്റൂണുകൾ അണിനിരന്നു. കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിൽ 25 പ്ലാറ്റൂണുകൾ പങ്കെടുത്തു. ഇന്ത്യയുടെ ആയുർവേദവും യോഗയും ചെറുധാന്യങ്ങളും എല്ലാം ലോകസമക്ഷം ഇന്നെത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ വാഴത്തോപ്പ് IDA ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. എറണാകുളം ജില്ലയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് സല്യൂട്ട് സ്വീകരിച്ചു. കനത്ത മഴയിലും പ്രൗഢഗംഭീരമായിരുന്നു തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷം. മന്ത്രി R. ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാ വിഭാഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ മന്ത്രി K. രാജൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് വിവിധ സേനകൾ പരേഡിൽ അണിനിരന്നു. വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടിയ ധീരന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്വജീവിതം ബലി നൽകിയ അവർ നടത്തിയ പോരാട്ടമാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ച ധീരദേശാഭിമാനികളെ നമുക്കിന്ന് ഓർക്കാം. അവരെ കുറിച്ചോർത്ത് നമുക്ക് അഭിമാനിക്കാം. പ്രതികൂല കാലാവസ്ഥയിലും പ്രൗഢഗംഭീരമായിരുന്നു വയനാട് ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം. മന്ത്രി OR കേളു പതാക ഉയർത്തി. 29 പ്ലാറ്റൂണുകൾ അണിനിരന്ന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മുടെ രാഷ്ട്രപിതാവ് ഉൾപ്പെടെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഭഗവത് സിംഗ് ഉൾപ്പെടെയുള്ള നിരവധി ദേശാഭിമാനികൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ
ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. കണ്ണൂർ ജില്ലയിലും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നടന്നു. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി. പരേഡിൽ വിവിധ പോലീസ് യൂണിറ്റുകൾക്കൊപ്പം മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരും അണിനിരന്നു. നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായ അനർഘമായ സ്വാതന്ത്ര്യം, വിശിഷ്ടമായ ഭരണഘടന, മതേതരബോധം, ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിന്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ ദേശാഭിമാനത്തിന്റെ പ്രോജ്വലിക്കുന്ന ചിഹ്നമായ ദേശീയ പതാക നിങ്ങൾ എവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ അത് വിരിച്ചുയർത്തിയിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ, അധികാരത്തിന്റെ, എല്ലാറ്റിൻ്റെയും സർവോത്കൃഷ്ടമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമ്മുടെ യുവജനങ്ങളാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ ചിന്തകളുടെയും കഠിനാധ്വാനങ്ങളുടെയും നാടിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഓരോരുത്തർക്കും കഴിയണം. സ്വയം പര്യാപ്തത, പുരോഗമന ചിന്താഗതിയുള്ള വളർന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് നിങ്ങൾ വഴികാട്ടികളാകണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തർക്കങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് വിശ്വസിക്കുന്ന, ദാരിദ്ര്യവും അസമത്വവും ഇല്ലാത്ത പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പരേഡിൽ 19 പ്ലാറ്റൂണുകൾ അണിനിരന്നു. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായി ആഘോഷിച്ചു. ആന്ത്രോത്ത് ദ്വീപിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗൗരവ് സിംഗ് രജാവത്ത് ദേശീയ പതാക ഉയർത്തി പരേഡിന് അഭിവാദ്യം ചെയ്തു. രാജ്ഭവനിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അഭിവാദ്യം സ്വീകരിച്ചു. കോട്ടൺ ഹിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദൂരദർശൻ കേന്ദ്ര മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ S. സഞ്ജീവ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ അദ്ദേഹം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്ര ദൗത്യങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തിലും പരിവർത്തനവും വിജയവും കൊണ്ടുവരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. നമുക്ക് തീർച്ചയായിട്ടും ലോകത്തെ 10 രാഷ്ട്രങ്ങൾക്കുള്ളിൽ എത്താൻ കഴിയണം. 2047 100 ഇയർ ഇൻഡിപെൻഡൻസിന്റെ 100 ഇയർ ആവുന്ന സ്ഥലത്തേക്കാണ് ആദരണീയ പ്രധാനമന്ത്രിയും നാഷണൽ ലീഡേഴ്സും എല്ലാം നമുക്കൊരു മിഷൻ തന്നിരിക്കുന്നത്. ആ സമയത്ത് എത്തിച്ചേരുമ്പോൾ അതിനു മുമ്പ് ഇന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തില്
പല മിഷൻസും കുറച്ച് നേരത്തെ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ്. അതായത് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഏതോ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നേരത്തെ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ 2047 അല്ല, അനതൊരു 5 ഇയേഴ്സിനകത്ത് നമ്മൾ ഈ ട്രാൻസ്പെറൻസി ഇൻഡെക്സിന്റെ ഏത് മാനദണ്ഡങ്ങളാവട്ടെ അവ ക്രോസ് ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറിക്ക് ഇത് എത്തിച്ചേരുന്നു, എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം ആൾക്കാരെ സംതൃപ്തരാകുന്നു. ഒരു സംതൃപ്തരായ ജനതയുടെ ഒരു രാഷ്ട്രമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മിഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മളിലാണ് സംതൃപ്തരായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ട്രാൻസ്പെറൻസിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം എന്ന് തന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ നിർമ്മിതിക്കൊപ്പം അതിന്റെ മിഷന്റെ കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളും അതിന്റെ പാർട്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും സർവ്വവിധ ആയുരാരോഗ്യവും ഇതിലൂടെ ആശംസിക്കുന്നു. പുതിയ യുവതലമുറയ്ക്ക് നമ്മളിൽ നിന്ന് ഇത് ടേക്ക് ഓവർ ചെയ്യാനും ഇതിനേക്കാളും നല്ല നിലയിലേക്ക് ഈ ഓർഗനൈസേഷനെ കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് യോഗത്തെ അഭിസംബോധന ചെയ്തു. ഈ രാജ്യത്ത് നിൽക്കുന്ന ഓരോ പൗരനും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നുള്ള അവരോടുള്ള എൻ്റെ കമ്മിറ്റ്മെന്റിൽ നിന്നാണ് ഈ ആത്മബലം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ആ ആത്മബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് സഞ്ജീവ് സാർ പറഞ്ഞതുപോലെ ഈ ഓർഗനൈസേഷന്റെ മിഷൻസ് രാഷ്ട്രത്തിന്റെ മിഷനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഉജ്ജ്വലമായ ഒരു ഭാവിക്ക്, ഒരു ആത്മനിർഭരവും ഒപ്പം തന്നെ അമൃത ഭാരതം എന്നൊക്കെ നമ്മൾ കരുതുന്ന 2047 എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് ഓരോരുത്തരും എത്താം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരും ശ്രമിക്കാനുള്ളൊരു വേളയായി മാറട്ടെ ഇന്നത്തെ ഈ 79ാമത് സ്വാതന്ത്ര്യദിനം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ വളരെ ഊഷ്മളമായ ആശംസകൾ നേരുകയാണ്. നന്ദി. കോട്ടൂർ ഉത്തരംകോട് ഗ്രാമത്തിലെ രാശി സ്പിരിച്വൽ അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങളും നൃത്തനൃത്യങ്ങളും ചടങ്ങിനെ വർണ്ണാഭമാക്കി. ദൂരദർശൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. തൃശൂർ ദൂരദർശൻ കേന്ദ്രത്തിൽ അത്യുത്സാഹപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദൂരദർശൻ കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയന്തി ഭായ് ദേശീയ പതാക ഉയർത്തി. കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അശോകൻ പതാക ഉയർത്തി. തിരുവനന്തപുരം തൈക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ ദേശീയ പതാക ഉയർത്തി. റെയിൽവേ ജീവനക്കാരുടെ കലാപരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വർണ്ണാഭമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റൌത്ത് അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ അദ്ദേഹം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരേഡും പരിശോധിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ ആസ്ഥാനത്ത് സ്പീക്കർ ഷംസീർ പതാക ഉയർത്തി.
നിയമസഭാ വാച്ച് ആൻഡ് വാർഡ് നൽകിയ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം പരിശോധിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പതാക ഉയർത്തിയത്. കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്ത് ആചാരപരമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദക്ഷിണ നാവിക കമാൻഡിലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് അഭിവാദ്യം സ്വീകരിച്ചു. കേരള ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ കേരള ഹൈക്കോടതി അങ്കണത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന ധീര സമരഭടന്മാർക്കും നായകന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് കേരള ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യമർപ്പിച്ചു. സെന്റ് തെരേസ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ്, അഭിഭാഷക സംഘടനകളുടെ അംഗങ്ങളും ഹൈക്കോടതി ജീവനക്കാരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, ദേശഭക്തി ഗാനവും എന്നിവയും ഉണ്ടായിരുന്നു. എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ മുതിർന്ന അഭിഭാഷകനും ക്യാറ്റ് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഹരിരാജ് എം ആർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മറ്റ് രാജ്യങ്ങളായ ഫ്രാൻസ്, പോർച്ചുഗൽ, പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കോളനികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം രണ്ടാം ലോക മഹായുദ്ധകാലത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ അതിന് മുമ്പുമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ ഇന്ത്യയുടെ കാര്യം വ്യത്യസ്തമാകുന്നത്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വളരെ വളരെ ശക്തമായ പ്രക്ഷോഭത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ചിലെ ജീവനക്കാരും അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു.